أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نضرة وسرورا وجزاهم بما صبروا جنة وحريرا. അത്രയും നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആയത്തിലൊക്കെ എന്താ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടാവും. കഴിഞ്ഞ ആയത്തിൽ നേർച്ചയെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ. അവിടുത്തെ നേർച്ച കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ ഇങ്ങനെ അവർ നേർച്ചകളൊക്കെ പൂർത്തിയാക്കുന്നവരാണ് എന്ന് പറയുന്നത്. രണ്ട് തരം നേർച്ചയെ പറ്റി അന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഓർമ്മയുണ്ടോ? ഒരുവൻ തന്റെ മേൽ സ്വയം നിർബന്ധമാക്കിയ നേർച്ച, ഒരുവന്റെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയ നേർച്ച. അതെ. അപ്പോൾ അള്ളാഹു നിർബന്ധമാക്കിയ നേർച്ച കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നിസ്കാരം, നോമ്പ്, മുസ്ലിമാകുമ്പോൾ നിർബന്ധമായ കാര്യങ്ങള്. ശരി. പിന്നെ സ്വയം നിർബന്ധമാക്കിയതോ? നമ്മള് എന്തെങ്കിലും അസുഖം മാറാനൊക്കെ ആയിട്ട് നേർച്ച ചെയ്യുന്നത്. ഓക്കെ. പ്രതിജ്ഞ എടുത്തിട്ടുള്ളത്, നിയത്ത് ചെയ്തത്. അതെ. അപ്പൊ അതില് ശരിയായ നേർച്ച ഏതാണ്? അള്ളാഹു നിർബന്ധമാക്കിയത്. അതെ, അള്ളാഹു നിർബന്ധമാക്കിയ നേർച്ചയാണ് ശരിയായ നേർച്ച. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ആ രണ്ടാമത്തെ നേർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ വന്നു. പക്ഷേ ഈ അസുഖം മാറ്റിയാൽ ഞാൻ ഇത്ര പാവങ്ങൾക്ക് ആഹാരം കൊടുത്തുകൊള്ളാം, അങ്ങനെ ഒരു നേർച്ച അദ്ദേഹം ചെയ്തതായിട്ട് നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അത് തെറ്റാണ് എന്നും പറയാൻ കഴിയില്ല. അത്രേ ഉള്ളൂ കേട്ടോ. ശരി. അപ്പോൾ ഇവിടെ ആ നേർച്ചയെ സംബന്ധിച്ച് പറയാനുള്ള കാരണം എന്തായിരിക്കും? എന്തിനാണ് ഇപ്പോൾ അള്ളാഹു അവിടെ നേർച്ചയെ സംബന്ധിച്ച് പറഞ്ഞത്? കഴിഞ്ഞ ആയത്തിൽ യൂഫൂന ബിൻ നദിരി വ യഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. അങ്ങനെ അവിടെ പറയാൻ ഒരു കാരണം ഉണ്ടല്ലോ. നമ്മുടെ ചർച്ച എവിടെ നിന്നാണ് ആരംഭിച്ചത്? ഈ ഒരു വിഷയം എവിടെ നിന്നാണ്? 5-ാമത്തെ ആയത്ത് മുതലാണ് ആരംഭിച്ചത്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹ കാഫൂറ. അവിടെ ആരെ സംബന്ധിച്ചാണ് പറയുന്നത്? പുണ്യവാന്മാര്. അതെ, സജ്ജനങ്ങൾ. അബ്റാർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അബ്റാർ എന്ന വാക്കിന്റെ അർത്ഥം റബ്ബിനെ, അതെ പുണ്യവാന്മാർ. പുണ്യവാന്മാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റബ്ബിനെ അനുസരിക്കുക എന്ന കടമ പൂർത്തിയാക്കിയവർ. റബ്ബിനെ അനുസരിക്കുക എന്ന കടമ പൂർത്തിയാക്കിയവർ, അള്ളാഹു ചുമത്തിയ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നവർ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കുന്നവർ, അവരെയാണ് ഇവിടെ അബ്റാർ എന്ന് പറയുന്നത്, പുണ്യവാന്മാർ. അപ്പം എത്ര പോയിന്റ് പറഞ്ഞു? ഒന്ന്, അള്ളാഹുവിനെ അനുസരിക്കുക എന്ന കടമ പൂർത്തിയാക്കിയവർ, അള്ളാഹു ചുമത്തിയ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങൾക്കാണ് അബ്റാർ എന്ന് പറയുക. അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം, പുണ്യം, നാളെ പരലോകത്ത് അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ, അതിനെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കുടിക്കാനായിട്ട് മിൻ കഅസിൻ കാന മിസാജുഹ കാഫൂറ ഉണ്ട്.
അയിന യഷ്റബു ബിഹ, അരുവിയെ സംബന്ധിച്ച് പറയുന്നു. പിന്നെ പറയുന്നത് അവർ നേർച്ചകളൊക്കെ പൂർത്തിയാക്കിയവരാണ് എന്നും പറയുന്നു. ഒരു ദിവസം വരാനുണ്ട്, ആ ദിവസത്തെ അവർ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അതിനെ സംബന്ധിച്ചും പറയുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഓതി 8-ാമത്തെ ആയത്തുണ്ട്. 8-ാമത്തെ ആയത്തിൽ അവരുടെ മറ്റൊരു ഗുണമാണ് പറയുന്നത്. അവർക്ക് അള്ളാഹു അതിവിശാലമായ സ്വർഗം സമ്മാനിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്താണ് ആ കാരണം? യുത്തൈമൂന, യുത്തൈമൂന എന്ന് പറഞ്ഞാൽ അവർ ആഹാരം കൊടുക്കുന്നു. ത്വാമ, ത്വാമ എന്ന് പറഞ്ഞാൽ ആഹാരം. അപ്പോൾ യുത്തൈമൂന ത്വാമ എന്ന് പറഞ്ഞാൽ അവർ ആഹാരം കൊടുക്കുന്നു. അലാ ഹുബ്ബിഹി, ഈ ആഹാരം കൊടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ച സംഗതി എന്താ? സ്നേഹത്തോടെ എന്നാണ്. സ്നേഹത്തോടെ. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, അങ്ങനെയും പറയാം. അള്ളാഹുവിൻ്റെ ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ട്. ഹുബ്ബിഹി എന്ന് പറയുമ്പോൾ അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. അവിടെ ഹി എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലേക്ക് വരാം, അതായത് ഭക്ഷണത്തോടുള്ള ഇഷ്ടം, അങ്ങനെയും പറയാം. ഹി എന്നതിന് അള്ളാഹുവോടുള്ള ഇഷ്ടം, അങ്ങനെയും പറയാം. ഭക്ഷണത്തോട് ഇഷ്ടവും ആഗ്രഹവും ഉള്ളവർ ആയിരിക്കെ അത് മറ്റുള്ളവർക്ക് നൽകുന്നു, അങ്ങനെ അർത്ഥമുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതായത് അലാ ഹുബ്ബിഹി എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണത്തോട് എനിക്ക് ഇഷ്ടമുണ്ട്, എനിക്ക് താല്പര്യമുണ്ട്, എനിക്കത് ആവശ്യമുണ്ട്, എനിക്ക് ആവശ്യമുണ്ടായിരിക്കെ ഞാൻ മറ്റുള്ളവർക്കത് നൽകുന്നു, അങ്ങനെ അർത്ഥം കൊടുക്കാം. അങ്ങനെ അർത്ഥം തഫ്സീറിൽ കാണാൻ കഴിയും. അതായത് അവർ ഭക്ഷണത്തോട് ഇഷ്ടവും ആഗ്രഹവും സ്വയം ആവശ്യമുള്ളവരും ആയിരിക്കെ മറ്റുള്ളവർക്കത് നൽകുന്നു എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് ആഹാരം കൊടുക്കാനുള്ള ഉത്സാഹം, ആ ഉത്സാഹത്തിൽ അവർ അങ്ങനെ ചെയ്യുന്നു. സ്വയം മറന്ന് മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നു. തൻ്റെ വയറ് പൂർണ്ണമായി നിറഞ്ഞിട്ടില്ല, തൻ്റെ വിശപ്പ് പൂർണ്ണമായിട്ട് അടങ്ങിയിട്ടില്ല, എന്നാലും മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ അർത്ഥമുണ്ട് അതിന്. ഈ അർത്ഥം ഒരു നല്ല അർത്ഥമല്ല, ഇങ്ങനെ ആലോചിച്ച് നോക്കി. എല്ലാം ഉണ്ടായിട്ട് ദാനം ചെയ്യൽ ദാനമാണ്, സദക്കയാണ്. പക്ഷേ ഈ ദാനമോ, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ആവശ്യമുണ്ട്, എനിക്കും പരിമിതികളുണ്ട്, എനിക്കും അത്യാവശ്യങ്ങളുണ്ട് ഉണ്ടായിരിക്കെ ഞാൻ മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ കണ്ടറിഞ്ഞ് ദാനം ചെയ്യുന്നു. അങ്ങനെയും ഈ അലാ ഹുബ്ബിഹി, ആ ഹി എന്ന് പറഞ്ഞാൽ പ്രൊണൗണാണ്, അതായത് സർവനാമം. അപ്പോൾ ആ ഹി എന്നതിൻ്റെ ആ സർവനാമം പോകുന്നത് ത്വാമിലേക്കാകാം, അഥവാ ഭക്ഷണത്തിലേക്കാകാം. ഹി എന്ന പ്രൊണൗൺ പോകുന്നത് അള്ളാഹുവിലേക്കാകാം. എവിടേക്കാണെന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നില്ല. ആ ഹി എന്ന പ്രൊണൗൺ പോകുന്നത് ഭക്ഷണത്തിലേക്കാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. ഭക്ഷണത്തോട് ആഗ്രഹമുണ്ടായിരിക്കെ, ഭക്ഷണത്തോട് പ്രിയമുണ്ടായിരിക്കെ, ഭക്ഷണത്തോട് ഇഷ്ടമുണ്ടായിരിക്കെ, ഭക്ഷണം ആവശ്യമുണ്ടായിരിക്കെ, പാവങ്ങളെ സഹായിക്കാനുള്ള ഉത്സാഹത്താൽ ഞാൻ പാവങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നു, എൻ്റെ കാര്യങ്ങൾ ഞാൻ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നു. അവരാണ് പുണ്യവാന്മാർ. ഇന്നൽ അബ്റാറ, ആരാണ് പുണ്യവാന്മാർ? അവരെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലിയറായോ?
ഇനി രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ അലാ ഹുബ്ബിഹി, ആ ഹി എന്ന സർവനാമം അഥവാ ഹി എന്ന പ്രൊണൗൺ പോകുന്നത് അള്ളാഹുവിലേക്കാണെങ്കിലോ അതിൻ്റെ അർത്ഥം എങ്ങനെയായിരിക്കും? അള്ളാഹുവിനോടുള്ള ഇഷ്ടത്താൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാനായിട്ട് അവർ ആഹാരം കൊടുക്കുന്നു. രണ്ടർത്ഥവും ശരിയാണ്. ഈ രണ്ടർത്ഥവും അതിനുണ്ട് എന്നാണ് പറഞ്ഞത്. രണ്ടർത്ഥവും ശരിയാണ്. ഒന്ന്, തനിക്ക് ആവശ്യമുണ്ടായിരിക്കെ മറ്റുള്ളവരെ ഊട്ടുന്നു. രണ്ട്, അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടി മറ്റുള്ളവരെ സഹായിക്കുന്നു. രണ്ടർത്ഥവും ശരിയാണ്. രണ്ടർത്ഥവും തഫ്സീറിലൊക്കെ വന്നിട്ടുണ്ട്. രണ്ട് വ്യാഖ്യാനം അതിനുണ്ട്. ഇവർ ആർക്കാണ് ആഹാരം കൊടുക്കുന്നത്? മിസ്കീനൻ. മിസ്കീൻ എന്ന വാക്കിൻ്റെ ഏകവചനം എന്താണ്? മിസ്കീൻ. അതെ, മിസ്കീൻ അല്ലേ? അഗതികൾ. ആരോടും ആവശ്യമുണ്ടായിട്ടും ആരോടും കൈ നീട്ടാതെ ജീവിക്കുന്ന ആൾക്കാർ. അതെ, മിസ്കീൻ, അഗതി എന്നാ പറയാ. ഗതിയില്ലാത്തവർക്കാണ് ആ വാക്ക് പറയാം. ഗതിയില്ലാത്തവനാണ് അഗതി. തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഗതിയില്ല, അതാണ് അഗതി. പിന്നെ യത്തീമൻ. യത്തീം എന്ന് പറഞ്ഞാൽ അർത്ഥം അനാഥർ. യത്തീം എന്ന് പറഞ്ഞാൽ അനാഥർ. അത് പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. അഗതികൾക്കും അനാഥർക്കും. പിന്നെ അസീറ. അസീറ എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ടവർ, തടവുകാർ. അതാണ് അസീർ കേട്ടോ. അപ്പൊ തടവുകാര് തടവിൽ അവർക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ട്, പക്ഷെ അവർക്കത് മതിയാവില്ല. അപ്പൊ ഇസ്ലാമിക ഗവൺമെന്റ് ഇപ്പോ ഈ കാലഘട്ടത്തിൽ നമുക്ക് തടവുകാർക്ക് ആഹാരം കൊടുക്കാൻ കഴിയില്ലല്ലോ. കാലം മാറിയല്ലോ, പുതിയ കാലഘട്ടമാണ്, പുതിയ ഗവൺമെൻറ്റാണ്. പക്ഷേ ഒരു ഇസ്ലാമിക ഗവൺമെൻറ് ആണെങ്കിൽ തടവിൽ കിടക്കുന്ന തടവ് പുള്ളികൾക്ക് ആഹാരം പുറമെ നിന്ന് ആർക്കെങ്കിലും കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള അവസരമുണ്ട്. അതാണ് അസീറ. തടവ് അഥവാ ബന്ധനസ്ഥൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇത് മുസ്ലിം തടവുകാരും അമുസ്ലിം തടവുകാരനും എല്ലാം ഉദ്ദേശിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ മിസ്കീൻ എന്ന് പറഞ്ഞല്ലോ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഗതികൾ എന്നാണ്. അവിടെ ജാതി മതമൊന്നും പറയുന്നില്ല. അള്ളാഹുവിന് വേണമെങ്കിൽ ജാതിയും മതമൊക്കെ പറയായിരുന്നു. പക്ഷേ ഗതിയില്ലാത്തവർക്ക് അങ്ങനെ മതം നോക്കിയിട്ട് ആഹാരം കൊടുക്കൽ വർഗീയതയാണ്. അങ്ങനെ ഇസ്ലാം പറയുന്നില്ല. മുസ്ലിങ്ങൾക്ക് മാത്രമേ ആഹാരം കൊടുക്കാവൂ, അങ്ങനെ മുസ്ലിങ്ങൾക്ക് മാത്രമേ എല്ലാം ചെയ്യാവൂ. അതൊരു വർഗീയമായ ഒരു ചിന്താഗതിയാണ്. പക്ഷെ അത് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അഗതികൾ എന്ന ഒരു പൊതുവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആരഗതിയാകട്ടെ, ഇപ്പോൾ എൻ്റെ അയൽവാസി അഗതിയാണോ, അത് മുസ്ലിം അല്ല എങ്കിലും അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ ഞാൻ ചെയ്യൂ എന്നത് തെറ്റായ ഒരു വിശ്വാസമാണ് എല്ലാവർക്കും. പിന്നെ യത്തീം എന്ന് പറഞ്ഞു. യത്തീം എന്ന് പറഞ്ഞാലും ഇതേ അർത്ഥം തന്നെയാണ്. മുസ്ലിങ്ങളിൽപ്പെട്ട യത്തീം കുട്ടികൾ എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. എല്ലാ യത്തീമുകളും യത്തീമുകളാണ്. അപ്പോൾ അവർക്കൊക്കെ ഇവർ ആഹാരം കൊടുക്കും. ഇവിടെ ആഹാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആഹാരം മാത്രം കൊടുക്കുക എന്നല്ല. ഇന്നിപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇന്നിപ്പോൾ ആർക്കും ആഹാരം വേണ്ട. നമ്മുടെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇഷ്ടം പോലെ ആഹാരമുണ്ട്. വിശപ്പ് എന്നത് ഇന്ന് വളരെ കുറവാണ് നമ്മുടെ ചുറ്റുപാടിൽ. പക്ഷെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തിൽ വിശപ്പായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം.
അതിപ്പോൾ പ്രവാചകൻ്റെ കാലഘട്ടത്തിലേക്ക് പോകണ്ട, ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിശപ്പായിരുന്നു. കഴിക്കാൻ ആഹാരമില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വിശപ്പ് എന്താണെന്ന് പുതിയ തലമുറ അറിഞ്ഞിട്ടില്ല. ഇഷ്ടം പോലെ ആഹാരങ്ങളാണ്. ഇഷ്ടം പോലെ ആഹാരം സർക്കാർ കൊടുക്കുന്നു. അല്ലാതെ തന്നെ തൊഴിലും ആഹാരം ലഭിക്കാനായിട്ട് പല മാർഗങ്ങളും ഇന്നുണ്ട്. അപ്പോൾ വിശപ്പ് ഇന്നൊരു വലിയ പ്രശ്നമായിട്ട് വരുന്നില്ല. എന്നാലും വിശക്കുന്നവരുണ്ടാകും നമ്മുടെ ചുറ്റുപാടിൽ. അപ്പോൾ ഇവിടെ ആഹാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആഹാരം തന്നെ കൊടുക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഖുർആനിൽ ആഹാരം കൊടുക്കാനാണ് പറഞ്ഞത്, അതുകൊണ്ട് ആഹാരം മാത്രമേ കൊടുക്കാവൂ എന്ന് ചിന്തിക്കരുത്. ഇത് അവതരിച്ച പശ്ചാത്തലം, അവതരിച്ച സാമൂഹ്യ ചുറ്റുപാട്, സാമൂഹ്യ പരിസരം, അവതരിച്ച കാലഘട്ടത്തിൽ മനുഷ്യർ അഭിമുഖീകരിച്ച മുഖ്യ പ്രശ്നങ്ങൾ, അന്നത്തെ മുഖ്യമായ പ്രശ്നം വിശപ്പായിരുന്നു. നിങ്ങൾക്കറിയാലോ അതൊക്കെ. റസൂലൊക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം വയറ് നിറച്ച് ആഹാരം കഴിക്കാനില്ലാതെ പട്ടിണി കിടന്നിട്ടുണ്ട്. അത് ആ ഒരു കാലഘട്ടമാണ്. നമ്മുടെയൊക്കെ ഉമ്മമാരും ഉപ്പമാരൊക്കെ അത് പറഞ്ഞു തരും. അവരുടെ കാലത്തൊക്കെ വിശപ്പിൻ്റെ ഒരു പ്രയാസങ്ങളൊക്കെ അവർ പറയും. അപ്പോൾ ത്വാമ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആവശ്യമായത് കൊടുക്കലാണ്. ഇവിടെ ആ കാലഘട്ടത്തിൽ ത്വാമായിരുന്നു ആവശ്യം. ഒരു പക്ഷേ ഇന്ന് ആവശ്യം ത്വാം ഭക്ഷണമായിരിക്കില്ല. ഇന്ന് എന്താണോ ആവശ്യം, എന്താണോ പ്രയാസം, ചിലപ്പോൾ പൈസയായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും, അത് കൊടുക്കലാണ്. മിസ്കീന്മാർക്കും യത്തീമുകൾ, അസീറ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ അതില്ല. അത് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാകാം. പക്ഷെ നമ്മുടെ ഒരു പശ്ചാത്തലത്തിൽ, കേരളീയ പശ്ചാത്തലത്തിൽ അസീർ നമുക്കില്ല. ബന്ധിക്കപ്പെട്ടവർ, തടവ് പുള്ളികൾ. ശരി. അപ്പോൾ ഈ ആയത്ത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ജാതിയും മതവും പറയുന്നില്ല, വർഗീയത പറയുന്നില്ല. പക്ഷെ നമ്മളാണ് ഇതിനെ വർഗീയമാക്കുന്നത്. നമ്മൾ മുസ്ലിങ്ങളെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് സഹായിക്കുമ്പോൾ നമ്മളാണ് അതിനെ വർഗീയമാക്കുന്നത്. ജാതിയും മതവും ഒന്നും പറയാതെ മൊത്തത്തിൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒരു മിനിറ്റ്. ശരി, നമുക്ക് അടുത്ത ആയത്തിലേക്ക് വരാം. പറഞ്ഞോളൂ. സക്കാത്തും സദക്ക, അതൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്ന വിഷയങ്ങളാണ്. സക്കാത്തിൽ മനസ്സണക്കപ്പെട്ട ഒരു വിഭാഗം ഉണ്ടല്ലോ, മനസ്സണക്കപ്പെട്ട ഒരു വിഭാഗം. അതാരാണപ്പോൾ? ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ വന്നാൽ ഒരു ഇടങ്ങേറും പ്രയാസവും സാമ്പത്തിക ടൈറ്റൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരെ സക്കാത്തിൻ്റെ ഫണ്ടിൽ നിന്ന് സഹായിക്കുക, അതാണ് ശരി. അപ്പോൾ സക്കാത്ത് എന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള, മുസ്ലിങ്ങളുടെ സാമ്പത്തികമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു സംവിധാനമാണ്. സ്വതക്ക എന്നത് അങ്ങനെയല്ല. അതെല്ലാവർക്കും എപ്പോഴും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ്. ഇൻഷാ അല്ലാഹ്. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ, ഇന്നമാ നുത്ഇമുക്കും. ഇനി അവർ ആഹാരം നൽകുന്നുണ്ടല്ലോ, എന്തിനാണ് അവർ ആഹാരം നൽകുന്നത്? ഇന്നമാ നുത്ഇമുക്കും, അതിൻ്റെ അർത്ഥം തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുന്നു. എന്തിനാണ് നൽകുന്നത്? എന്താഗ്രഹിച്ചുകൊണ്ടാണ് നൽകുന്നത്? ലിവജ്ഹില്ല, അള്ളാഹുവിൻ്റെ വജ്ഹ്, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ആഹാരം നൽകുന്നു. വജ്ഹ് എന്ന് പറഞ്ഞാൽ ശരിക്കർത്ഥം
മുഖം എന്നാണ്. പക്ഷേ ഇവിടെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. ലാ നുരീദു ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ലാ നുരീദു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, മിൻകും നിങ്ങളിൽ നിന്ന്, ജസാഅൻ ഒരു പ്രതിഫലം. ഇപ്പോൾ നമ്മൾ മിക്കപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നത് എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ നേട്ടം. പക്ഷേ പുണ്യവാന്മാർ, ഇന്നൽ അബ്റാറ പുണ്യവാന്മാരായ നല്ല മനുഷ്യർ, ആദ്യം പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെട്ട